ഇത് ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ വ്ളോഗ് 1 എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി പറയാൻ പോകുന്നത് ബാലൻ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. അതായത് ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ. കുറച്ച് മണിക്കൂർ മുന്നെയാണ് ഞാൻ ഈ സിനിമ പോയി കാണുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സിനിമയാണെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആകെ ഒരു പോസ്റ്റർ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലെ നായിക ഫർസാന എന്നാണ് തോന്നുന്നു പേര്. നായികയും അതുപോലെ കൊച്ചു പയ്യൻ്റെയും ഒരു പോസ്റ്റർ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ട്രെയിലർ പോലും ഞാൻ കാണാതെയാണ് പോയത്. നല്ല സിനിമകളുടെ ട്രെയിലറൊന്നും ഞാൻ കാണാറില്ല, നല്ല സിനിമയാണെന്ന് തോന്നലുണ്ടെങ്കിൽ. അങ്ങനെ ചെന്ന് കണ്ടു. ശരിക്കും ബാലൻ എന്ന് പറയുന്നൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഉറപ്പായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വളരെ അപൂർവമായിട്ട് ചില സിനിമകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഏറ്റവും മികച്ച ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനുണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് ഈ സിനിമ. ഏറ്റവും നല്ലൊരു ഡയറക്ടർ, നല്ല കാസ്റ്റിങ്, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല മ്യൂസിക്, നല്ല കാസ്റ്റിംഗ് വന്നതോട് തന്നെ നല്ല ആക്ടേഴ്സ്, അതും വളരെ നമുക്ക് കണ്ട് പരിചയമൊന്നുമില്ലാത്ത വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഈ ഒരു സിനിമയ്ക്ക് വല്ലാതെ ഉണ്ട്. തുടക്കം തൊട്ടേ ഒരു നമുക്ക് എന്താണെന്ന് പിടിതരത്തില്ല. എന്താണ് കഥ, എങ്ങനെ പോകുന്നു, ഇതെങ്ങോട്ടാണ് പോകുന്നത്. ആദ്യം ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവ് പോകുന്നു. സ്പോയിലർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, അതുകൊണ്ട് ഇനി മുന്നോട്ട് കേൾക്കേണ്ടവരും സിനിമ കണ്ടവർ മാത്രം കേട്ടാൽ മതി. അങ്ങനെ പറഞ്ഞു വന്നെന്താ, അതായത് തുടക്കം ഒരു ക്യാരക്ടർ ആർക്കിൽ കഥ പോകുന്നു, ഒരാളുടെ പെർസ്പെക്റ്റീവിൽ കഥ പോകുന്നു. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നില്ല, ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് കഥ പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ക്യാരക്ടറിലേക്ക് അത് ഷിഫ്റ്റ് ആവുന്നു. എന്നിട്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇമോഷൻസ്, ആ ഇമോഷണൽ ഡെപ്ത് ഇതിൽ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനും ഫ്ലോസ് ഉണ്ട്. ആരും പെർഫെക്റ്റാണ് എന്ന് തോന്നുന്നില്ല, ഒരാളൊഴികെ. അതായത് അതിൽ ഈ ബാലൻ എന്ന് പറയുന്ന ഈ കുട്ടി ഒഴികെ ബാക്കി എല്ലാവർക്കും ഫ്ലോസ് ഉണ്ട്. കുട്ടിക്കും ഫ്ലോസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് കുട്ടി അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായ ഫ്ലോസ് ഉണ്ട്. അവർക്ക് നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് ഷെയ്ഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് സർവൈവലിൻ്റേതായിട്ടൊരു തലമുണ്ട്.